കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാം. അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് മുട്ടുമേലായിരിക്കാം. നീ വരൂ സ്നേഹമേ എൻ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ എൻ നായക. സ്നേഹമേ എൻ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ എൻ നായക. എല്ലാവരും ചേർന്ന് പാടാം. കാവലാ നീ വരൂ സ്നേഹമേ എൻ ദൈവമേ, ശാന്തിയാ സൗഖ്യമാ നീ വരൂ എൻ നായക. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന. യേശുവേ പരമദിവ്യകാരുണ്യത്തിന് നമ്മളുടെ വിഷയം ഉടമ്പടിയുടെ ഗുണഭോക്താക്കളാണ്. ഉടമ്പടിയുടെ രീതി അറിയാമല്ല. ദൈവം ഒരു ഉടമ്പടി ചെയ്താൽ ആ വ്യക്തി ഏത് കാലാവസ്ഥയിൽ പോയാലും, അയാൾ ഒരു കാലത്ത് തെണ്ടിപ്പോയാലും
ദൈവം വിശ്വസ്തനായതുകൊണ്ട് ദൈവം അവനെ ഉയർത്തിക്കൊണ്ടുവരും. അത് ദാവീദിനോടാണ് ദൈവം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ദാവീദാണ്. അയാൾക്ക് ഇടയ്ക്കുന്ന അബദ്ധങ്ങൾ സംഭവിച്ചത് നമുക്കറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ അനുതാപം അതിനേക്കാൾ, തൻ്റെ അബദ്ധത്തേക്കാൾ വലുതായിരുന്നു ദാവീദിൻ്റെ അനുതാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എക്സോർ വഴി ആരായാലും ചിലപ്പോൾ ജീവിതം അബദ്ധത്തിലായിരിക്കാം. പക്ഷേ നമുക്ക് രക്ഷപ്പെടാൻ മാർഗമുണ്ട്. നിൻ്റെ അബദ്ധത്തേക്കാൾ വലുതായിരിക്കണം നിൻ്റെ അനുതാപം എന്ന് ആത്മാവ് ആവശ്യപ്പെടുന്നു. കൈയിട്ടിച്ച് കർത്താൻ പാട്. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, സ്നേഹമേ, അങ്ങേക്കൊരായിരം സ്തോത്രമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. നിയമാവർത്തനം 7:12 അതായത് നിങ്ങൾ വിശ്വസ്തത പാലിച്ചാൽ കർത്താവ് നിങ്ങളോട് ചെയ്തിട്ടുള്ള ഉടമ്പടിയും പാലിക്കും. അതാണ് വിഷയം. ഒരുപക്ഷെ ഒരു തകർച്ച ചില സമയത്ത് ഉടമ്പടിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു തകർച്ചയൊക്കെ വരാൻ പാടില്ലെന്നൊന്നുമില്ല. പക്ഷേ എങ്ങനെ തകർന്നാലും ചിലർ ആ ഒരു ചെറിയ തകർച്ചയോട് കൂടി വേണ്ടൊന്നുമില്ല, ഒരു ജപ്തി നടപടി ഇടയ്ക്ക് കയറി വന്നാൽ മതി. അപ്പോൾ തന്നെ നിങ്ങളെ പമ്മാൻ തുടങ്ങും. എൻ്റെ അനുഭവത്തിൽ ഒരു 50% ഉടമ്പടി ഞാൻ ഇന്നാളും പറഞ്ഞിരുന്നു. ഞാനാണ് ഓഫീസിൽ ഇരിക്കണമെങ്കിൽ ഈ വന്നിരിക്കുന്നതിൽ 100 പേര് വന്ന 50 പേരെ കൊണ്ട് ഞാൻ ഉടമ്പടി എടുപ്പിക്കത്തില്ല. എന്താ കാര്യം? അവർക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. നാളെ കാലങ്ങളിൽ എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിച്ചാൽ അവർ പമ്മി കർത്താവിനോട് ചെയ്ത വാഗ്ദാനങ്ങളിൽ നിന്നും ആ നിബന്ധനകളെ അനുസരിക്കുന്നതിൽ നിന്നും അവർ പതുക്കെ മാറും. എന്നിട്ട് അവർ ദൈവത്തോട് ചോദിച്ച കാര്യങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് വായും പൊളിച്ച് കണ്ണും തുറച്ച് മേലോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ദിസ് ഇസ് റോങ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഉടമ്പടി കാലഘട്ടങ്ങളിലെ നിന്റെ പരിപാലനയുടെ ഭാഗമായി എന്റെ അനുഭവങ്ങൾ പ്രതികൂലമായാലും പിടിച്ചു നിൽക്കാൻ പറ്റിയ വിശ്വസ്തതയാൽ എന്നെ ഇപ്പോഴഭിഷേകം ചെയ്യണം. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. ഞാൻ എൻ്റെ സഹോദരനോട് പറഞ്ഞു, ഏറ്റവും വലിയ ഉടമ്പടി ദൈവം ചെയ്തത് ദാവീദുമായിട്ടാണ്. എന്തങ്ങനെ പറയാൻ കാര്യം? രക്ഷകനെ വാഗ്ദാനം ചെയ്തത് ദാവീദിനോടാണ്. അതിന് ദാവീദ് മറുപടി പറഞ്ഞത്, കർത്താവിൻ്റെ വാഗ്ദാന പേടകത്തിൻ്റെ മുമ്പിലെ സ്വന്തം ഭാര്യ അനുവദിക്കാതിരുന്നിട്ട് പോലും എല്ലാം മറന്ന് അയാൾ നൃത്തം ചെയ്യുകയാണ് ചെയ്തത്. അയാളുടെ നൃത്തത്തിൻ്റെ കാരണങ്ങൾ ചോദിച്ചപ്പോഴേ രാജാവ് പറഞ്ഞു, ഞാൻ ഇടയ ബാലനായിരുന്നു, എന്നെ എൻ്റെ കർത്താവാണ് തൻ്റെ രാജ്യത്തിൻ്റെ ഓഹരിക്ക് എന്നെ അവകാശിയാക്കിയത്. ഇപ്പോഴെന്നോട് പറയുന്നു,
എൻ്റെ വംശത്തിൽ നിന്നായിരിക്കും രക്ഷകൻ ജനിക്കുക. പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ഞാൻ ഇനിയും സന്തോഷിക്കുമെന്ന് പറയും. സ്തുതികട ഹല്ലേലൂയ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതിനിടയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. കാര്യം ബർശിബയോട് ദാവീദ് പറഞ്ഞായിരുന്നു, നിൻ്റെ ഭർത്താവിനെ ഞാൻ കൊന്നു. എൻ്റെ ഒരു മാനസികാവസ്ഥയായിരുന്നു. ഇന്ന് എനിക്ക് താങ്ങാനാവാ ദുഃഖമുണ്ട്. പക്ഷേ നിന്നെ ഞാൻ സന്തോഷിപ്പിക്കാം. അന്ന് നമ്മൾക്ക് വേണ്ടി പിറന്ന കുഞ്ഞിനെ ആയിരിക്കും ഞാൻ രാജാധികാരം കൊടുക്കുക. അത് ബർശിബയോട് ചെയ്ത വാക്കാണ്. അത് അബ്സലോം അറിഞ്ഞത് കൊണ്ടാണ് ദാവീദിനെ വെട്ടിക്കൊല്ലാൻ വേണ്ടി അബ്സലോം വടിതടി ആയുധങ്ങളുമായിട്ട് ദാവീദിനെ ഓടിച്ചിട്ടതും ദാവീദ് നാട് വിട്ടു പോകേണ്ട അവസ്ഥ വന്നതും. ഇത് ഉടമ്പടി കാലത്ത് തന്നെ സംഭവിക്കുന്ന വിഷയങ്ങളാണ്. ഉടമ്പടി കാലത്ത് ഇങ്ങനെ പല കാര്യങ്ങളും ചില സമയത്ത് നമ്മൾ വിചാരിക്കുന്നേക്കാൾ നെഗറ്റീവായിട്ട് സംഭവിച്ചാലും, അപ്പോൾ ഹൂഷായി എന്നൊരാൾ ഉടനെ ദാവീദ് ഇങ്ങനെ അബ്സലോം ഓടിച്ചിട്ട് ജനങ്ങളും പട്ടാളവും എല്ലാം അബ്സലോമിൻ്റെ കൂടി ദാവീദിൻ്റെ കൂടെ അവസാനം കരിയുമ്പോൾ വരാൻ കയ്യിൽ പോലെ 5-8 പേരെ ഉണ്ടായുള്ളൂ. അയാൾ ഒലിവുമലയുടെ മുകളിൽ കൂടി ഓടി രാജ്യം വിട്ടു പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഷമായി എന്ന് പറഞ്ഞ സാവൂളിൻ്റെ ബന്ധു ഇയാളെ കല്ല് പെറുക്കി എറിയും. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഇന്നലെ വരെ രാജാവായിരുന്നവനെ ഇന്നൊരു പ്രജ കല്ല് പെറുക്കി എറിയുകയാണ്. അപ്പോൾ അടുത്തുകൊണ്ട് ഹൂഷായി കൂടെ നിന്നിട്ട് ഹൂഷായി പറയും, യജമാൻ നീ ചത്തപ്പെട്ട തല ഞാൻ എടുക്കുമെന്ന് പറയും. അപ്പോൾ ദാവീദ് പറയും, അടങ്ങുക. കർത്താവായിരിക്കും ചിലപ്പോൾ അവരോട് പറയണത് കല്ലുവർക്ക് എറിയാൻ പറഞ്ഞത്. പിന്നെ കർത്താവ് പറഞ്ഞാൽ എനിക്കെങ്ങനെ എതിര് പറയാൻ പറ്റും? കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന ആരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേപ്പോലെ യേശുവേ, ജീവനേ സ്വന്തമേ ജീവനേ സ്വന്തമേ, ജീവനേ സ്വന്തമേ ആരാധന 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 ആരാധന. അച്ഛൻ എന്താ ഇങ്ങനെ ഇപ്പോൾ ഈശോയിലൂടെ സംസാരിക്കണം ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്ക് എന്തെങ്കിലും തരത്തിൽ നിങ്ങളുടെ ആകാശത്ത് ഒരു ന്യൂനമർദ്ദം ഉണ്ടായാലും നിങ്ങൾ പതറിപ്പോകരുത്. യു മസ്റ്റ് ഗെറ്റ് ഓൺ. അതായത് അത് ഇതിൻ്റെ അകത്തുള്ളതാണ്. ഇപ്പം നിങ്ങളവിടെ ഉറങ്ങാതെയും കഞ്ഞി കുടിക്കാതെയും അതുപോലെ തന്നെ പ്രാർത്ഥനയില്ലാതെയും ഇങ്ങനെ അവസാദം പിടിച്ച ആൾക്കാരെ പോലെ പെരുമാറരുത്. നീ നിൻ്റെ ദൈവം നിന്നോട് വിശ്വസ്തത കാണിക്കുമെന്നുള്ള ബോധ്യത തന്നെ നീ ദൈവത്തിൻ്റെ പരിപാലനയുടെ സമയം വരെ നീ കാത്തിരിക്കണം. 2 സാമുവേൽ 15:20 ശ്രദ്ധിക്കട്ടെ. സാമുവേൽ 15:20. ഇന്നലെ മാത്രം എത്തിയ നീ എങ്ങോട്ട് പോകുന്നു എന്നറിയാത്ത എന്നോടൊപ്പം അലയുകയോ? ഇതാണ് ഹൂഷായോട് പറയണതാണ്. ഹൂഷായി ഇങ്ങനെയുടെ ഒരു സ്വന്തക്കാരനായിരുന്നു ദാവീദിൻ്റെ. പക്ഷെ ഹൂഷായി ഭയങ്കര വിശ്വസ്തനാണ്. ദാവീദിൻ്റെ രാജ്യം നഷ്ടപ്പെട്ടു. ദാവീദിൻ്റെ ഉപനാരികളെ മട്ടുപ്പാവിൽ വെച്ച് അബ്സലോം പരസ്യമായിട്ട് വ്യഭിചരിച്ചു. അങ്ങനെ ദാവീദിന് ഒരു വിലയും നിലയുമില്ലാതെ റെഡ്യൂസിൻ്റെ 0 മൈനസായിട്ട് വരികയും അങ്ങനെ അവൻ തലയെ തുണിയിട്ട് ഞാൻ രാജാവല്ലേ, നാട്ടുകാരെ കല്ലെറിയുമ്പോൾ ഞാൻ രാജാവല്ലേ എന്നറിയാതിരിക്കാൻ വേണ്ടി
ഒരു തുണി കൊണ്ട് മുഖം മൂടിക്കൊണ്ടാണ് ഈ മനുഷ്യൻ ഓടണത്. പക്ഷേ ഈ ഹൂഷ എന്ന് പറഞ്ഞ വിശ്വസ്തൻ ഇവൻ്റെ പുറകെ ഓടും. കാരണം ആരെല്ലാം നിന്നെ പിരിഞ്ഞാലും നീ ഒറ്റയായാലും ഞാൻ നിൻ്റെ കൂടെ വരുമെന്ന് പറയും. അതാണ് ഹൂഷായി. അപ്പോൾ അതാ ആ ഹൂഷായോട് ദാവീദ് പറയുന്ന മറുപടിയാണ്. അഗൈൻ റീഡ് ഇറ്റ്. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സഹോദരന്മാരെയും കൂട്ടി തിരിച്ചു പോവുക, കർത്താവ് നിന്നോട് ദയയും വിശ്വസ്തതയും 2 സാമുവേൽ 15:20 പറയുന്നത്, ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ട് പോകണമെന്നറിയാതെ. അപ്പോൾ രാജകൊട്ടാരത്തിലേക്ക് പുള്ളി ചാർജ് എടുത്തതിൻ്റെ ദിവസം തന്നെയാണ് ഭയങ്കരമായിട്ടുള്ള പടയുണ്ടായത്. അത് ഇന്നലെ മാത്രം വന്ന നീ എങ്ങോട്ടാണ് പോകണമെന്നറിയാത്ത എന്നോട് കൂടി എന്തിനാ വരണം? അതൊക്കെ ഉടമ്പടിയുടെ ആളാണ് ഈ ദാവീദ്. ദാവീദിനോട് ഉടമ്പടി ചെയ്തതാണ്. പക്ഷെ ഒരു നിമിഷം ദാവീദിൻ്റെ ജീവിതത്തിലും താൻ എങ്ങോട്ടാണ് പോകണമെന്ന് അറിയാൻ പാടില്ലാത്ത നിമിഷമുണ്ടായി. പക്ഷെ അത് കഴിഞ്ഞ് ദാവീദ് പറയുന്ന ഹൂഷയോട് പറയും, നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോവുക എന്ന് പറയും. അത് പരിശുദ്ധാത്മാവും. നമ്മൾ തലയെ തുണിയിട്ടാലും നാട്ടുകാർ നമ്മളെ കല്ലെറിഞ്ഞാലും അതുപോലെ തന്നെ നമുക്ക് വിശന്നാലും നമ്മുടെ പരിശുദ്ധാത്മാവും നമ്മളെ വിട്ടു പോകത്തില്ല. അതൊന്ന് തിരിച്ചറിയണം. കൈ എട്ടിച്ച് കർത്താൻ സുഖല്ലേ. ദാവീദ് പെട്ടെന്ന് ഹൂഷായിക്കൊരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയും, കാര്യം ദാവീദിന് വിശക്കുന്നുണ്ട്, തളർന്നിരിക്കുന്നു, ഭയങ്കര പൊരുവെയിലിൽ 45 ഡിഗ്രി ചൂടിൽ പൊള്ളുന്ന പാറപ്പുറത്ത് കൂടി ജീവിതം കൊണ്ട് ഓടി രക്ഷപ്പെടാൻ പോകുമ്പോൾ ഹൂഷായോട് പറയണതാണ്. എന്താ പറയണത്? നീ എൻ്റെ കൂടെ വരണ്ട. ഇന്നലെ ഞാൻ എങ്ങോട്ടാണ് പോകണമെന്ന് പോലും എനിക്കൊരു പിടിയുമില്ല. ഞാൻ നശിച്ചാലും നീ രക്ഷപ്പെടണം. നീ ഇപ്പോഴ് രാജകൊട്ടാരത്തിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷെ നമുക്കറിയാൻ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കുമ്പോൾ ഇതുപോലെ രാത്രികൾ ചില സമയത്ത് വരും. പക്ഷെ എന്നും രാത്രി ആകത്തില്ല, പ്രഭാതം വരും. ഈ പ്രഭാതം വരെ കാത്തിരിക്കണ കാവൽക്കാരാണ് ഉടമ്പടിയുടെ പ്രയോക്താക്കൾ. കൈയടിച്ച് കർത്താൻ മക്കളെ, ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, ഇൻ്റർവ്യൂവും ടെസ്റ്റും പരീക്ഷയും എഴുതി കഴിഞ്ഞവർ, അതിൽ വലിയ ഹോപ്പില്ലെന്ന് തോന്നുന്നവർ, ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവർ, സർവീസിൽ നിന്ന് ചില പ്രോബ്ലംസ് കാരണം സസ്പെൻഷൻ കിട്ടിയവർ, ജയിലിലായിപ്പോയവർ, കോടതി കേസിരിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്തവർ, വീട്ടിൽ കലഹമുള്ളവർ, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ പിരിഞ്ഞു പോയവർ, തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർ, അങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ വിടുതൽ ലഭിക്കാൻ വേണ്ടി അതിശക്തമായി സ്തുതിക്കട്ടെ. എല്ലാ തരത്തിലുള്ള പ്രണയബന്ധങ്ങൾ, മോശമായ ജീവിതാവസ്ഥകൾ കർത്താവെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ ശക്തിയാൽ ദൈവം നിങ്ങളുടെ ക്ലേശങ്ങളെ ഏറ്റെടുക്കുകയും നിങ്ങളുടെ ഭാരങ്ങളെ ഏറ്റെടുക്കുകയും നിന്റെ ബന്ധനങ്ങളെ, നിന്റെ നുഖങ്ങളെ തകർത്തെറിയുകയും ചെയ്യട്ടെ. യേശുക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ എല്ലാ നുഖങ്ങളും തച്ചുടക്കപ്പെടട്ടെ. ശ്രുതിക്കട്ടെ. ഹൃദയം ഉരുകും നേരം ഇനിയും മെഴുതിരി പോലെ ഹൃദയം ഉരുകും നേരം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. മുട്ട നിൽക്കുക, ആദരവോടെ കൈകൾ കൂപ്പി പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിൽ നിങ്ങളുടെ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ കർത്താവിന് പുനഃസമർപ്പണം ചെയ്യുക. ഇനി ഉടമ്പടി പുതുതായിട്ട് വെക്കാൻ പോകുന്നവരെ എന്താണ് ഉടമ്പടി വെക്കാൻ പോകുന്നത്?
ആ വിഷയം ഈ സ്വർഗീയമായ നിമിഷത്തിൽ പുതുക്കാൻ പോകുന്നവരും നമ്മുടെ പുതുതായിട്ട് ചെയ്യാൻ പോകുന്നവരും പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യനാഥന് നിങ്ങളുടെ ആവശ്യങ്ങളെ പ്രാർത്ഥനാപൂർവം മൗനമായി ഭക്തിയോടെ സമർപ്പിക്കുക. കർത്താവിൻ്റെ വലിയ ആശീർവാദം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ വാങ്ങിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങള്, നമ്മളിപ്പോൾ അലട്ടുന്ന ജീവിത വിഷയങ്ങളെല്ലാം ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,